ഓം ശാന്തി. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്കൊരുപാട് സന്തോഷം തന്നു. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ആശീർവാദങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ പറയട്ടെ. ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലെ ആശീർവാദമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ശക്തി, എൻ്റെ ഊർജം വീണ്ടും വീണ്ടും ഇങ്ങനെ പഠിക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നും പറഞ്ഞു തരും മുന്നേ അതിനെ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയിട്ട് കുറച്ചെങ്കിലും അതിൻ്റെ അനുഭവം എടുത്തിട്ട് അത് സത്യമെന്ന് ബോധ്യപ്പെട്ട് നിങ്ങളോട് പറഞ്ഞു തരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഉപ്പുവെള്ളത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്തും നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ ഇതേ പ്രക്രിയ എൻ്റെ ലൈഫിൽ ചെയ്ത് നോക്കി. സം അർജൻറ്റ് മണി എമൗണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല, കുറച്ചൊരു വലിയ എമൗണ്ട് ആയിരുന്നു വേണ്ടിയിരുന്നത്. ബട്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഞാൻ ചെയ്തത് സന്ധ്യയ്ക്ക് ഒരു 7 മണിക്കാണ് ഞാൻ ഈ കാര്യം ചെയ്തിട്ട് നമ്മുടെ സെൻറ്ററിലുള്ളതായിരിക്കുന്ന അലമാരിയുടെ മോഡിൽ ആ കുപ്പി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഒരു വലിയ സംഖ്യ ആസ് എ ഗിഫ്റ്റ് എൻ്റെ കയ്യിലേക്ക് വന്നെത്തി. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഇത്രയും പ്രാക്ടിക്കലാണല്ലേ ഈ വീഡിയോ, സോ ഐ ഹാവ് ടു ഡു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നത്. അത് കഴിഞ്ഞ ശേഷം വേറൊരു വീഡിയോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോവുകയാണ്. ഇന്ന് എന്തായാലും ഞാനിനി ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് ആ വീഡിയോ വരും. ആ വീഡിയോ ലൈഫിലെ മിറക്കിൾസിന് വേണ്ടതായിട്ടുള്ള വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ഞാൻ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അർജൻറ്റ് വേണ്ടിയിരുന്നൊരു വലിയ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതം എന്ന പോലെ, ഒരു മാലാഖ എന്ന പോലെ അങ്ങ് ദൂരെ നമ്മുടെ ഭാരതത്തിലുമല്ല വിദേശങ്ങളിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് സഹായമായിക്കൊണ്ട് പറന്നു വന്നത് ഞാൻ ഓർക്കും. അപ്പോൾ എന്ത് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ, ഒരിക്കലും വിചാരിക്കരുത് ഇത് ഒരു ഇൻഫർമേഷൻ തരുകയാണ് എന്ന്. ഒരിക്കലുമല്ല കേട്ടോ. ഞാൻ പഠിക്കുക തന്നെയാണ്. പഠിക്കാതെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ഇതെല്ലാ അറിവുകളും. തീർച്ചയായിട്ടും പഠനം എന്നത് എൻ്റെ ബാല്യകാലം മുതലതായിട്ടുള്ള ഏറ്റവും വലിയ ഇച്ഛയായിട്ടുള്ള കാര്യമാണ്. അന്ന് കുഞ്ഞുനാളിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ സിലബസ് സ്റ്റഡിക്ക് ശേഷം ഏറ്റവും ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛനും ചേട്ടനും അമ്മയൊക്കെ വാങ്ങി തന്നിരുന്ന പൂമ്പാറ്റ, മുത്തശ്ശി, ബാലരമ ഇങ്ങനെയുള്ള അമ്പിളി അമ്മാവൻ ബുക്കുകളായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നല്ല നല്ല കുമാരനാശാൻ്റെ കവിതകൾ, കഥകൾ, നവഭാരത ശില്പികൾ, നല്ല നല്ല ബുക്കുകളിലൂടെ എനിക്ക് ഗൈഡൻസ് കിട്ടി. അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ സമ്മാനമായി കിട്ടിയ ഒരുപാട് ബുക്കുകൾ സമ്മാനമായി കിട്ടുമായിരുന്നു. എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ സ്കൂളിലെല്ലാവർക്കും ഞാൻ ഇന്ന് ഈ മാധ്യമത്തിലൂടെ എൻ്റെ ഹൃദയം കൊണ്ട് നന്ദി പറയുക. എൻ്റെ ലൈഫിൽ ഒരുപാട് ഗൈഡ് ചെയ്തത് അതൊക്കെ അമ്മയുടെ വായനാശീലം, വീട്ടിലുണ്ടായിരുന്ന പുരാണങ്ങൾ, ഭാഗവതം, രാമായണം, ദേവി ഭാഗവതം, പിന്നെ മഹാഭാഗവതം, മഹാഭാരതം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്തു അറിവ് നേടുക എന്നുള്ളതായിട്ടുള്ള കൊതി. കിട്ടുന്ന ബുക്കുകളൊക്കെ വായിച്ചു, പഠിച്ചു. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ഇതൊന്നും നമുക്കത്ര അവൈലബിൾ അല്ലായിരുന്നു. കാലം മാറി. ഇപ്പോൾ എല്ലാ ബുക്കും നമുക്ക് വളരെ ഈസിയിൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിലൂടെ കുറഞ്ഞ സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് വളരെ നോളജഫുൾ ആയിരിക്കുന്ന ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് വേണ്ടതായിരിക്കുന്ന വീഡിയോസ് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന പോലെ എൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്താറുണ്ട്. ഒരു പുതിയ കാര്യം ഞാൻ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കും. അതിൻ്റെ റിസൾട്ട് പോസിറ്റീവാണെന്നും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞതായിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു, വീഡിയോ ലെങ്ത് ആവുമ്പോൾ ആളുകൾ സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ട്. അല്ല, സ്കിപ്പ് ചെയ്യുന്നത് ഒരിക്കലും ആ സ്കിപ്പ് ചെയ്യുന്നവരുടെ മനോഭാവത്തിൻ്റെ ഒന്നും അല്ല കേട്ടോ. എനിക്കറിയാം, ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടുമ്പോൾ രാവിലെ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ ആ വീഡിയോ പരമാവധി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പുറത്ത് വല്ല കാര്യങ്ങൾക്ക് പോണ്ടി വരുമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അത്ര ലെങ്ത്തിൽ പോവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ സെയിം തുടർച്ചയായിക്കൊണ്ടുള്ള ഭാഗം ഇന്ന് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങളെക്കുറിച്ച്, 2 സൂചനകളെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള സ്വപ്നങ്ങളെക്കുറിച്ചും മറ്റൊന്ന് ക്ലീനിങ്ങിനെക്കുറിച്ചും. അതിൽ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന പോയിന്റിൽ നിങ്ങൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൂചന കാണുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് നമുക്ക് കാണുന്ന കാര്യങ്ങളെന്നൊക്കെ, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ കാണുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഓരോ നല്ല കാര്യം കാണുമ്പോഴും പറ്റുമെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ ആരും കേൾക്കാൻ പറ്റാത്ത ഒരു സ്ഥലം, അതല്ലെങ്കിൽ നിങ്ങളൊരു ടീമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും കേൾക്കൽ ആനന്ദത്തോടു കൂടി ഉറക്കെ വിളിച്ച് പറയണം,
ബ്രഹ്മാണ്ടമേ, പ്രപഞ്ചമേ, ഈശ്വര, അങ്ങ് നൽകുന്നതായിരിക്കുന്ന ആ അളവറ്റതായിരിക്കുന്ന സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയണം. നമ്മളൊരു മന്ത്രം ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞേക്കും. കഴിയുമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? വീടിൻ്റെ ഉള്ളിൽ ഒരു മുറിയിൽ പോയിട്ട് അടച്ചു നിന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഉച്ചത്തിൽ വിളിച്ച് പറയും, ഞാൻ സമൃദ്ധിയെ നന്ദിയോടെ സ്വീകരിക്കുന്നു, ഞാൻ പ്രപഞ്ചമേ എനിക്ക് നൽകുന്ന സമ്മാനത്തിന് ഒരുപാട് നന്ദി പറയുന്നു, ഞാൻ റെഡിയാണ്, നിൻ്റെ അനന്തമായിരിക്കുന്ന സമ്പത്ത് അധികാരമായി എനിക്ക് തന്നോളൂ, ഞാനതിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, വിത്ത് റെസ്പെക്റ്റ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം കൊണ്ട് നിറഞ്ഞുകൊണ്ട് നന്ദിയോടെ സമൃദ്ധിയോടെ എന്തെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒക്കെ പറഞ്ഞോളൂ. ഇത് കണ്ടു സ്വപ്നത്തിലെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ കാണുകയാണ് കുത്തി ഒഴുകുന്നതായിരിക്കുന്ന നദിയാണ് ശുദ്ധജലം എന്ന് ചേർത്ത് എൻ്റെ അടുത്ത് പ്രവാഹമായിട്ട് വരാൻ പോവുകയാണ് ധനം എങ്കിൽ അന്നു മുതൽ 7 ദിവസത്തേക്ക് തുടർച്ചയായി ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങും മുന്നുള്ള സമയത്ത് ഞാൻ തീർച്ചയായിട്ടും അളവറ്റ സമ്പത്ത് സ്വീകരിക്കാൻ റെഡിയാണ്, അതിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാണ്, തരുന്നതിന് നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ നന്ദിയോടെ എൻ്റെ സമൃദ്ധിയെ സ്വീകരിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്യൂട്ടായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് നല്ല മനോഹരമായി വരികൾ എഴുതിയുണ്ടാക്കുകയും സ്വന്തം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഫുൾ ഫീലിംഗ് ഉറങ്ങും മുന്നേ യൂണിവേഴ്സിനോട് പറയണം. പറ്റുമെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പറ്റുമെങ്കിൽ ഉറങ്ങുന്നതിനേക്കാൾ കുറച്ച് മുന്നേ ഒറ്റയ്ക്ക് ഉറക്കെ പറയാൻ പറ്റുമോ? ഉറക്കെ പറയൂ. അതിനുശേഷം ചുരുങ്ങിയത് 7 തവണയെങ്കിലും ഡയറിയിൽ അതെടുത്ത് എഴുതണം. യെസ്, ഞാൻ റെഡിയാണ്, ഞാൻ നന്ദിയോടെ ധനത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. ഈ ഭാഷകളിലൂടെ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനൊരു സുഖം തോന്നണം കേൾക്കുമ്പോൾ. അപ്പോഴാണ് ഇതെനിക്ക് ചേരുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്. എമൗണ്ടും അതെ, എൻ്റെ ഹൃദയത്തിന് ഈസിലി യെസ് ഇറ്റ് ഈസ് എന്ന് പറയാൻ പറ്റണം. ആ ഒരു എമൗണ്ട് ഇത്രയും ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ നന്ദി പറയുന്നു. ആ രീതിയിൽ ഒരു വാചകം കണ്ടെത്തി ഉറങ്ങും മുന്നേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷയിൽ അത് ഉറക്കെ പറയണം. സ്വന്തം ചെവികൾ കേൾക്കണം. ഈ വായുമണ്ഡലത്തിലെ ഓരോ ആറ്റങ്ങൾ പോലും അത് റിസീവ് ചെയ്യട്ടെ, പ്രപഞ്ചത്തിലേക്ക് സെൻഡ് ചെയ്യട്ടെ. എഴുതണം, എഴുതി അതിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് അതിനേക്കാൾ ഈസി ആയിട്ട് ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ശക്തമായ പ്രകമ്പനങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കട്ടെ. വളരെ വേഗം നമ്മുടെ അടുത്തേക്ക് ആ ഡ്രീം ഒഴുകി വരട്ടെ. മറ്റൊന്ന്, ഇത് പറയുമ്പോൾ ഞാനൊരു പോസ് ചെയ്യുകയാണ്. എന്താണെന്നറിയോ? ഇതെല്ലാം ചെയ്തിട്ടും ചിലരെ സംബന്ധിച്ചിടത്തോളം, വളരെ കുറച്ച് മാത്രം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, അഥവാ നടക്കുന്നില്ല എങ്കിലുണ്ടല്ലോ, മനസ്സിൻ്റെ ഉള്ളിൽ പുറമെ ഇതെല്ലാം പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മമായിരിക്കുന്ന അദൃശ്യ ശക്തി നിങ്ങളെ തടയുന്നു എന്നുറപ്പാണ്. അതേതാ ഈ അദൃശ്യ ശക്തി? ആരെങ്കിലും വല്ല മാന്ത്രികം ചെയ്തതാണോ? വല്ല മന്ത്രവാദോ ദുർമന്ത്രവാദമാണോ? അല്ലട്ടോ, ആരുടെയും മന്ത്രവാദങ്ങളല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മൗന സംശയം. ഇതെല്ലാം വെറുതെ പറയുന്നതായിരിക്കുമോ? ഇതെല്ലാം തന്നെ നടക്കുന്ന കാര്യമാണോ? എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തർ അവനവൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കൊരു വീടുണ്ടാക്കിയിട്ടുണ്ടാവുക, ഒരു തൊടി വാങ്ങിയിട്ടുണ്ടായിരിക്കുക, മോളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മോനെ പഠിപ്പിക്കാൻ വേണ്ട പൈസ ഉണ്ടായിരിക്കുക, ജോലി കിട്ടാൻ വേണ്ട ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തൊക്കെ പ്രാരാബ്ധങ്ങൾ ഒരു ജീവിതത്തിൻ്റെ അവസാനം കൊണ്ട് നേടിയെടുക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ കേട്ട് ഞാൻ വെറുതെ വിചാരിച്ചിട്ട് അവസാനം നിരാശപ്പെടേണ്ടി വരുമോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരം സംശയങ്ങൾ പറയാൻ വരുമ്പോൾ അത് വേണ്ട എന്ന് പറയും. പക്ഷെ എന്നാലും ഉള്ളിൽ നിന്ന് വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ, ഈ ചെയ്യുന്നതൊക്കെ ഒരു ഇമാജിനേഷനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊന്നും ശരിയാവണം എന്നില്ല എങ്കിലും ശ്രമിക്കട്ടെ എന്ന വിചാരത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ, നിശ്ചയബുദ്ധി വിജയന്തി സംശയബുദ്ധി വിനശ്യന്തി. ഗീതയിലെ വാക്കോർത്ത് പോവുകയാണ്. നിങ്ങളുടെ നിശ്ചയം അതാണ് നിങ്ങളെന്തോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് നിശ്ചയബുദ്ധിയോടെ ഞാനത് നേടിയിട്ടുണ്ടാവും. ലോകത്ത് 10,000 പേര് നിങ്ങളോട് നിങ്ങൾക്കിത് പറ്റില്ല, ഇത് വെറുതെ എന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, എന്നോടൊരാൾ നിനക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയാറ്, നിങ്ങളെ കൊണ്ട് പറ്റില്ല, എനിക്കുള്ളതാണിതെന്നാണ്. ഈ ഉത്തരം സ്വന്തമാക്കിയേക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നടക്കില്ല, ബട്ട് എനിക്കിത് നടക്കുന്നതാണ്. നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും. വായോണ്ട് പറയരുത് കേട്ടോ,
വായോണ്ട് പറഞ്ഞാൽ ആ സമയത്ത് ഹൈറ്റാവും, പിന്നെ അവരുടെ ഇരട്ടി നെഗറ്റീവ് തോട്ട് എന്തിനാണ് റിസീവ് ചെയ്യുന്നത്? കീപ് ക്വൈറ്റ്. നമ്മളോട് നമ്മൾ പറയുക, നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം, എനിക്കിത് പറ്റും. നിങ്ങൾക്ക് നേടാനാവില്ലായിരിക്കാം, ഞാൻ നേടിയിരിക്കും. ഞാനാണ്. ഞാൻ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡാണ്. ഞാൻ ഈശ്വരനുമായിട്ട് കണക്റ്റഡാണ്. ഈ പ്രപഞ്ചനാഥനായ ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. ഞാൻ എന്തിനു മറ്റൊന്ന് ചിന്തിക്കണം? ഹീ ഈസ് വിത്ത് മീ, ഗോഡ് ഈസ് വിത്ത് മീ. ഞാൻ ഈശ്വരൻ്റെ കൂടെയാണ്, ഈശ്വരൻ എൻ്റെ കൂടെയാണ്. ഈശ്വരൻ സ്വന്തമായവർക്ക് ഈ പ്രപഞ്ചം മുഴുവൻ സ്വന്തമാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കാൽക്കീഴിലേക്ക് ഒഴുകി വരും. അവനവനെ ബോധ്യപ്പെടുത്തണം, അവനവനെ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചമെന്ന ഊർജ്ജമണ്ഡലത്തിലേക്ക് സംശയത്തിൻ്റെ സങ്കല്പങ്ങളും നിശ്ചയത്തിൻ്റെ സങ്കല്പങ്ങളും ആയിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സംഘർഷം സെൻഡ് ചെയ്യരുത്. സംഘർഷം സെൻഡ് ചെയ്താൽ സംഘർഷം വരും. സംശയം സെൻഡ് ചെയ്താൽ സംശയം വരും. നിശ്ചയം സെൻഡ് ചെയ്താൽ നിശ്ചയം വരും. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് പോസിറ്റീവായ പവർഫുള്ളായ നിശ്ചയത്തിൻ്റെ സങ്കല്പങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വേഗം സാക്ഷാത്കരിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ എന്നും പോലെ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.